ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ മറ്റൊരു ടോപ്പിക്കാണ് വാട്ട് ആർ ദ ഫാക്ട്സ് വിച്ച് നീഡ് നോട്ട് ബി പ്രൂവ്ഡ്. ഏതൊക്കെ ഫാക്റ്റാണ് തെളിയിക്കേണ്ട ആവശ്യമില്ലാത്തത്, അല്ലാന്നുണ്ടെങ്കിൽ വാട്ട് ആർ ദ ഫാക്ട്സ് ഓഫ് വിച്ച് കോർട്ട് വിൽ ടേക്ക് ജുഡീഷ്യൽ നോട്ടീസ്. കോടതി ഏതൊക്കെ ഫാക്റ്റിന് മുകളിലാണ് ജുഡീഷ്യൽ നോട്ടീസ് എടുക്കാറുള്ളത്. അപ്പോൾ ജനറൽ റൂള് പ്രകാരം എല്ലാ ഫാക്റ്റിൻ ഇഷ്യൂവും റെലവൻറ്റ് ഫാക്റ്റും നമ്മൾ ഓറൽ എവിഡൻസ് വഴിയോ ഡോക്യുമെൻ്ററി എവിഡൻസ് വഴിയോ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്നിരുന്നാലും അതിന് 3 എക്സെപ്ഷൻസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് വണ്ണാണ് ഫാക്റ്റ് ഓഫ് വിച്ച് ദ കോർട്ട് വിൽ ടേക്ക് ജുഡീഷ്യൽ നോട്ടീസ്. കോടതി ജുഡീഷ്യൽ നോട്ടീസ് എടുക്കുന്ന ഫാക്റ്റുകൾ, അതുപോലെ അഡ്മിറ്റഡ് ഫാക്റ്റ്, പെർസ്യൂംഡ് ഫാക്റ്റ്, ഇതിന് 3നും ഒരു എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വണ്ണായിട്ടുള്ള ഫാക്റ്റ് ഓഫ് വിച്ച് ദ കോർട്ട് വിൽ ടേക്ക് ജുഡീഷ്യൽ നോട്ടീസ് നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൻ 56 അകത്താണ് അതിനെപ്പറ്റി പറയുന്നത്. സെക്ഷൻ 57 അകത്ത് ഏതിനൊക്കെയാണ് ഇങ്ങനെ ജുഡീഷ്യൽ നോട്ടീസ് എടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇന്ത്യൻ ടെറിട്ടറിയുടെ ഇതിൽ വരുന്ന ഫോഴ്സിൽ വരുന്ന എല്ലാ നിയമങ്ങളും, അതുപോലെ തന്നെ UK പാർലമെൻറ്റ് പാസ് ചെയ്തിട്ടുള്ള എല്ലാ പബ്ലിക് ആക്റ്റുകളും, അതുപോലെ ഇന്ത്യൻ ആർമിയുടെയും നേവിയുടെയും എയർഫോഴ്സിൻ്റെയും ആർട്ടിക്കിൾസ് ഓഫ് വാർ, അതുപോലെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെയോ അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെയോ കോഴ്സ് ഓഫ് പ്രൊസീഡിങ്സ്, ഇന്ത്യൻ കോടതികളുടെയൊക്കെ സീൽസ് ഉണ്ടല്ലോ, ആ സീൽസ്, അതുപോലെ തന്നെ ഒഫീഷ്യൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ നെയിംസ്, ടൈറ്റിൽ, ഫങ്ഷൻസ്, സിഗ്നേച്ചേഴ്സ് ഓഫ് പേഴ്സൺസ് ഫയലിംഗ് ഇൻ പബ്ലിക് ഓഫീസ് അവരുടെ ഇത്, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ടൈറ്റിലിൻ്റെ, നാഷണൽ ഫ്ലാഗിൻ്റെയൊക്കെ അല്ലെങ്കിൽ എക്സിസ്റ്റൻസും കാര്യങ്ങളുമൊക്കെ, അതൊക്കെ ഇപ്പം ഒരു സോവറിൻ അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റുകളും അല്ലെങ്കിൽ സോവറിനൊക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇതിൽ നിന്നുകൊണ്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതൊന്നും നമുക്ക് പിന്നെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ ഡിവിഷൻ ഓഫ് ടൈം, ജിയോഗ്രഫിക്കൽ ഡിവിഷൻ ഓഫ് വേൾഡ്, പബ്ലിക് ഫെസ്റ്റിവൽസ്, ഫാസ്റ്റ്, ഹോളിഡേയ്സ്, ഇതെല്ലാം ഒഫീഷ്യൽ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ടെറിട്ടറീസ് അണ്ടർ ഡൊമെയിൻ ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, പിന്നെ കമൻസ്മെൻറ്റ്, കണ്ടിന്യൂവൻസ്, ടെർമിനേഷൻ ഓഫ് ഹോസ്റ്റിലിറ്റീസ് ബിറ്റ്വീൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, പിന്നെ ഈ അഡ്വക്കേറ്റ്സ്, അറ്റോർണി, വക്കീൽസ്, അതുപോലെയൊക്കെ ഉള്ളവരുടെ നെയിം, അതിലൊക്കെയുള്ള നെയിം ഓഫ് ദ മെമ്പേഴ്സ്, കോടതിയുടെ ഓഫീസേഴ്സിൻ്റെ നെയിം, കാര്യങ്ങൾ അതൊക്കെ, അതുപോലെ തന്നെ റോഡിൻ്റെ ലാൻഡിൻ്റെയും സീയുടെയൊക്കെ റൂൾസ്, ഈ കാര്യങ്ങൾക്കൊക്കെ ജുഡീഷ്യൽ നോട്ടീസ് എന്ത് ചെയ്യാറുണ്ട്, കോടതി എടുക്കാറുണ്ട്. ഇനി അഡ്മിറ്റഡ് ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 58 പ്രകാരം പാർട്ടീസ് ഓൾറെഡി, അല്ലെങ്കിൽ ഈ പാർട്ടീസിൻ്റെ ഏജൻസ് ഓൾറെഡി ഹിയറിങ്ങിൻ്റെ സമയത്ത് ഒരു ഫാക്റ്റ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫാക്റ്റുകൾ പിന്നീട് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പെർസ്യൂംഡ് ഫാക്ട്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു സർട്ടൺ ഫാക്റ്റ് എക്സിസ്റ്റൻസിലുണ്ട് അല്ലെങ്കിൽ നോൺ എക്സിസ്റ്റൻസിൽ ഉണ്ട് എന്ന് നിയമം വഴി പെർസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെർസ്യൂംഡ് ഫാക്റ്റ് പിന്നീട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.